കൂട്ടുകാരെ, ഹൈ പ്രൈസ് ദി ലോർഡ്. നാം ഇപ്പോൾ യോശുവയുടെ കൂടെ കനാൻ ദേശത്ത് എത്തിച്ചേർന്നു മാത്രമല്ല, അനേക യുദ്ധങ്ങൾ നാം ജയിച്ചു കഴിഞ്ഞു അല്ലേ. കനാൻ ദേശമാകെ ദൈവത്തിന് മുമ്പ് കീഴടങ്ങിയ ജാതികൾ അടിപണിതോ, ദേശങ്ങളാകെ സ്വസ്ഥതയുടെ പൂക്കൾ മനോഹരമായിട്ടലങ്കരിച്ചു. കനാൻ ദേശമാകെ ദൈവത്തിന് മുമ്പ് കീഴടങ്ങിയ ജാതികൾ അടിപണിതു, ദേശങ്ങളാകെ സ്വസ്ഥതയുടെ പൂക്കൾ മനോഹരമായിട്ടലങ്കരിച്ചു. ഹായ് എന്തെന്തു സന്തോഷം, ഹായ് എന്തോരുല്ലാസം, യുദ്ധം തീർന്നു സമാധാനം വന്നു എന്തോരാനന്ദം. യുദ്ധം തീർന്നു സമാധാനം വന്നു എന്തോരാനന്ദം. യോശുവ തൻ്റെ സൈന്യത്തിനല്ല സമ്മാനങ്ങൾ അധികാരങ്ങളും നൽകി, ഇസ്രായേൽ ഗോത്രങ്ങൾക്കൊക്കെയും ദേശങ്ങൾ പൗത്തു വീതിച്ചു നൽകി. യോശുവ തൻ്റെ സൈന്യത്തിനെല്ലാം സമ്മാനങ്ങൾ അധികാരങ്ങളും നൽകി, ഇസ്രായേൽ ഗോത്രങ്ങൾക്കൊക്കെയും ദേശങ്ങൾ പൗത്തു വീതിച്ചു നൽകി. ഹായ് എന്തെന്തു സന്തോഷം, ഹായ് എന്തുല്ലാസം, ഹായ് എന്തെന്തു സന്തോഷം, ഹായ് എന്തോരുല്ലാസം. യുദ്ധം തീർന്നു സമാധാനം വന്നു എന്തോരാനന്ദം. യുദ്ധം തീർന്നു സമാധാനം വന്നു എന്തോരാനന്ദം. ഹാലേബിനും അവകാശമായി കിട്ടി, ഹെബ്രോൻ മലനിരകൾ സ്വന്തമായി. കർത്താവിനോട് പറ്റിച്ചേർന്നതിനാ പുതിയ ഹൃദയ സന്തോഷത്തെയും. ഹാലേബിനും അവകാശമായി കിട്ടി, ഹെബ്രോൻ മലനിരകൾ സ്വന്തമായി. കർത്താവിനോട് പറ്റിച്ചേർന്നതിനാൽ പുതിയ ഹൃദയ സന്തോഷത്തെയും. ഹായ് എന്തെന്തു സന്തോഷം, ഹായ് എന്തോരുല്ലാസം, ഹായ് എന്തെന്തു സന്തോഷം, ഹായ് എന്തോരുല്ലാസം. യുദ്ധം തീർന്നു സമാധാനം വന്നു എന്തോരാനന്ദം. യുദ്ധം തീർന്നു സമാധാനം വന്നു എന്തോരാനന്ദം. ഹായ് എന്തോരാനന്ദം. നമ്മുടെ ഇന്നത്തെ വാക്യം സങ്കീർത്തനം 118:15. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. സങ്കീർത്തനം 118:15. യോശുവയുടെ പുസ്തകം 10ാം അധ്യായം കനാൻ നാടിൻ്റെ ദക്ഷിണ ഭാഗങ്ങളും 11ാം അധ്യായത്തിൽ ഉത്തരഭാഗങ്ങളും യോശുവ കീഴടക്കുന്നതായിട്ട് നാം കണ്ടു. ദക്ഷിണ കനാനിലെ പട്ടണങ്ങളെല്ലാം യോശുവ ആക്രമിച്ച് കീഴടക്കി എന്ന് കേട്ട് ഉത്തര കനാനിലെ രാജാക്കന്മാർ ഒരുമിച്ച് കൂടി ഇസ്രായേലിനെതിരായിട്ട് ഒരു സംയുക്താക്രമണത്തിന് തയ്യാറെടുത്തു എന്നുള്ള യോശുവ മിന്നലാക്രമണം മൂലം അവരെ നിശേഷം തോൽപ്പിച്ചതായിട്ട് നാം കാണുന്നു. നാം ചിന്തിച്ചതാണ്. 12ാം അധ്യായത്തിൽ നാം വരുമ്പോൾ അവിടെ യോശുവ കീഴടക്കിയ ദേശത്തെക്കുറിച്ചും ആ 31 രാജാക്കന്മാരുടെ പേരും വിവരങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. പിടിച്ചെടുത്ത ദേശങ്ങൾ ഇസ്രായേൽ ഗോത്ര വിഭാഗ പ്രകാരം അവർക്ക് ഭാഗിച്ചു കൊടുത്തു. അങ്ങനെ ദേശത്തിന് യുദ്ധം തീർന്ന ദേശത്തിന് സ്വസ്ഥത വന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. ഇനി കീഴടക്കുവാൻ ഇനിയും ശേഷിക്കുന്ന ചില ദേശങ്ങൾ കൂടി ഉണ്ട്. അതുകൊണ്ട് 13ാം അധ്യായത്തിലോട്ട് നാം വരുമ്പോൾ യോശുവയോട്, നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു, ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കാനുണ്ട് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആ ദേശങ്ങൾ ഏതെല്ലാമെന്നും അവിടെ പറയുന്നുണ്ട്. എന്നാൽ യോശുവയുടെ ജീവിതത്തിൽ വാർദ്ധക്യത്തിൻ്റെ നാളുകളിലാണ് ഏറ്റവും അധികം പ്രയത്നിച്ചത്. കനാൻ രാജ്യം ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വിഭജിച്ച് നൽകിയതിൻ്റെ ഭൂമിശാസ്ത്രപരമായ 13 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ ഈ പ്രമാണരേഖ ആ രാജ്യത്തിൻ്റെ ചരിത്രത്തെയും വളരെ അധികം സ്വാധീനിച്ചിട്ടുണ്ട്.
വർഷങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ വിസ്മൃതിയിലായ പല സ്ഥലങ്ങളുടെയും ശരിയായ സ്ഥാനം കണ്ടുപിടിക്കുവാനായിട്ട് ഈ പ്രമാണരേഖ സഹായമായിട്ടുണ്ട്. ഭൂഗർഭ നിരീക്ഷണങ്ങൾ തുടർന്നപ്പോൾ വിസ്മൃതിയിലായ പല സ്ഥലങ്ങളും കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. യോർദാൻ നദിയുടെ കിഴക്കുവശം മോശയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും വിഭജിച്ചു. അത് ഇവിടെ നാം ആവർത്തിച്ച് പറയുന്നതായിട്ട് കാണുന്നു. 2.5 ഗോത്രങ്ങൾക്ക് ലഭിച്ച ദേശത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? രൂബേൻ്റെ അവകാശത്തിൽപ്പെട്ട ഹെർബോൻ മുന്തിരി കൃഷിക്ക് പ്രസിദ്ധമാണ്. ഗാദിൻ്റെ അവകാശത്തിൽപ്പെട്ട ഗിലെയാദ് സുഗന്ധ തൈലത്തിന് പ്രസിദ്ധമാണ്. റോസാപുഷ്പത്തിന് പ്രസിദ്ധമായ ഷാരോനും യേശുവിനേക്കാൾ കൂടുതലായി തങ്ങളുടെ പന്നികളെ സ്നേഹിച്ച ഗദര ദേശവും ഗാദ് ഗോത്രത്തിൽ ഉൾപ്പെട്ടത് തന്നെ. മനശ്ശെയുടെ പാതി ഗോത്രത്തിൽപ്പെട്ട ബാശാൻ കന്നുകാലികൾക്ക് പ്രസിദ്ധമാണ്, പ്രത്യേകിച്ച് ബാശാനി പശുക്കൾക്ക്. ഏലിയാവിൻ്റെ ജന്മസ്ഥാനമായ തിസ്പി ഈ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു. യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ടും മാനസാന്തരപ്പെടാത്ത കോരസീനും ഈ ഗോത്രത്തിൽ തന്നെയായിരുന്നു. നമുക്കറിയാം, അവകാശം ലഭിക്കാത്ത ഗോത്രമാണ് ലേവി ഗോത്രം. ദേശം വിഭാഗിച്ചപ്പോൾ ലേവി ഗോത്രത്തിന് മാത്രം അവകാശം ഒന്നും നൽകിയില്ല. കാരണം ദൈവാലയത്തിൽ ശുശ്രൂഷിക്കേണ്ട ലേവ്യർ ദൈവാലയം കൊണ്ട് തന്നെ ജീവിക്കേണ്ടിയിരുന്നു. 13-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കാണാം അല്ലേ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അവരോട് കൽപ്പിച്ചതുപോലെ തന്നെ താൻ തന്നെ അവരുടെ അവകാശം എന്ന് പറയുന്നു. അതെ, അത് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. താൻ തന്നെ അവരുടെ അവകാശമാകുന്നു എന്ന് പറയുന്നതായിട്ട്. ലേവി ഗോത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാലേ, പണ്ട് മോശെ കോപിച്ച ആ കൽപ്പലക എറിഞ്ഞ് പൊട്ടിച്ച സമയത്ത് യഹോവ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറയുമ്പോൾ ലേവി ഗോത്രം ഒന്നടങ്കം മോശയുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ഒരു വലിയ മാന്യതയും വലിയ ഉന്നത പദവിയും അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. യഹോവ തന്നെ അവരുടെ അവകാശം. യോശുവയുടെ പുസ്തകത്തിലെ അതിപ്രധാനമായ ഒരു വേദഭാഗത്ത് നാം കാണുന്നത്, ഭക്തനും യോദ്ധാവുമായ കാലേബിൻ്റെ വിശ്വാസത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് അവൻ എത്തിയിരിക്കുന്നു. അനാക്യ മല്ലന്മാരുടെ അധിവാസ കേന്ദ്രമായ ഹെബ്രോൻ മല അവകാശമാക്കുവാൻ കാലേബ് ആഗ്രഹിക്കുന്നുണ്ട്. 85 വയസ്സുള്ള വൃദ്ധൻ ഒരു യുവാവിൻ്റെ ചുറുർക്കത്തോടെ അനാക്യ മല്ലന്മാരെ കീഴടക്കാമെന്ന് പ്രഖ്യാപിക്കുകയാണ്. മോശെ എന്നെ അയച്ച നാളിലേതുപോലെ തന്നെ എനിക്ക് പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം ഇന്നും ഇരിക്കുന്നെന്ന് കാലേബ് പറഞ്ഞു. ആകയാൽ ആ മല ഇപ്പോൾ എനിക്ക് തരിക, യഹോവ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അനാക്യരെ ഓടിച്ചു കളയും എന്ന് കാലേബ് പറഞ്ഞു. യോശുവ കാലേബിനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല യെഫുന്നയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു എന്നും കാണാനായിട്ട് സാധിക്കും. കാലേബ് അത് പിടിച്ചെടുക്കുന്നു. ഹായ്, എന്തെന്തു സന്തോഷം, ഹായ് എന്തൊരുല്ലാസം, യുദ്ധം തീർന്നു സമാധാനം വന്നു, എന്തോരാനന്ദം. ഹായ്, എന്തെന്തു സന്തോഷം, ഹായ് എന്തൊരുല്ലാസം, യുദ്ധം തീർന്നു സമാധാനം വന്നു, എന്തോരാനന്ദം. ഹായ് എന്തൊരാനന്ദം. God bless you.